പ്രധാന സേവകരെ സ്വീകരിക്കാനൊരുങ്ങി പാലക്കാട് നഗരത്തിൽ ആവേശം വരിച്ച് റോഡ് ഷോ രാവിലെ 10 മണിക്കാണ് ആരംഭിക്കുക. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തോടനുബന്ധിച്ചുള്ള പ്രധാനമന്ത്രിയുടെ കേരളത്തിലെ ആദ്യ റോഡ് ഷോയാണ് പാലക്കാട് നടക്കുന്നത്. BJPയുടെ എ ക്ലാസ് മണ്ഡലമായ പാലക്കാട് സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണ് മോദി എത്തുന്നത്. മലപ്പുറം, പൊന്നാനി സ്ഥാനാർത്ഥികളും മോദിക്കൊപ്പം റോഡ് ഷോയിൽ അണിനിരക്കും. SPGയുടെ അടക്കം സുരക്ഷയാണ് ജില്ലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സമഗ്രമായ വിശദാംശങ്ങളുമായി നമ്മുടെ പ്രതിനിധികൾ വിവിധ ഭാഗങ്ങളിൽ നിന്നും നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ചേരും. അഞ്ചുവിളക്കിൽ നിന്നും അരുൺ ആലത്തൂർ, അഞ്ചുവിളക്കിൽ നിന്നാണ് റോഡ് ഷോ ആരംഭിക്കുക. അവിടെ അരുൺ ആലത്തൂരും അരുൺ കൊടുങ്ങൂരുമുണ്ട്. അപ്പോൾ പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ ഇറങ്ങുന്ന മേഴ്സി കോളേജ് പരിസരത്ത് നിന്നും M മനോജ് അല്പസമയത്തിനകം തന്നെ ചേരും. BJP ഓഫീസിൽ നിന്നും സോണൽ കൃഷ്ണയും സുൽത്താൻപേട്ടിൽ നിന്നും കിരൺ കുമാറും സമഗ്ര വിശദാംശങ്ങളുമായി ചേരും. ഒപ്പം വിവിധ BJPയുടെ പ്രതിനിധികളും ഇന്ത്യയുടെ പ്രതിനിധികളും ജനം TVക്കൊപ്പം ചേരും. ഇപ്പോൾ അഞ്ചുവിളക്കിൽ നിന്നും അരുൺ കൊടുങ്ങൂരും ഒപ്പം അരുൺ ആലത്തൂരും ചേരും. അരുൺ കൊടുങ്ങൂർ, അരുൺ ആലത്തൂർ രണ്ടുപേർക്കും നമസ്തേ, ഗുഡ് മോർണിംഗ്. അഞ്ചുവിളക്കിൽ നിന്നാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ആരംഭിക്കുക. അവിടെ ഒരുക്കങ്ങൾ എത്രത്തോളം പൂർത്തിയായി കഴിഞ്ഞു? മറ്റു പേരുകൾ കൂടി. നമസ്തേ KP. അഞ്ചുവിളക്കിൽ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി. പാലക്കാട് നഗരത്തിലെമ്പാടും രാജ്യത്തിൻ്റെ പ്രധാന സേവകനെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. അവസാനഘട്ട ഒരുക്കങ്ങൾ, അതായത് സുരക്ഷാ സേന ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ്. രാജ്യത്തിൻ്റെ പ്രധാന സേവകൻ എത്തുന്ന സമയത്ത് സുരക്ഷ ഒന്നുകൂടെ ഉറപ്പാക്കാനായി ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും ഒക്കെ പരിശോധന നടത്തുകയാണ്. ഏതായാലും രാജ്യത്തിൻ്റെ പ്രധാന സേവകൻ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യമായി കേരളക്കരയിലേക്ക്, കേരളത്തിൻ്റെ മണ്ണിലേക്ക് എത്തുന്നു. അത് പാലക്കാട്ടെ മണ്ണിലേക്ക് എത്തുന്നു. കൃത്യം 10:15 തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലക്കാട് മേഴ്സി കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ ഇറങ്ങും. അവിടെ നിന്നും 10:30 അദ്ദേഹം അഞ്ചുവിളക്ക് എന്നുള്ള ഞങ്ങൾ നിൽക്കുന്ന ഈ ഭാഗത്തേക്ക് എത്തുക. ഇവിടെ നിന്നാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ആരംഭിക്കുന്നത്. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ ദൂരമാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ നടക്കുക. അതായത് അഞ്ചുവിളക്ക് മുതൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെയുള്ള ദൂരത്തിലാണ് കോർട്ട് റോഡിലൂടെ പ്രധാനമന്ത്രി റോഡ് ഷോ നയിക്കുക. ഏതായാലും അദ്ദേഹത്തിന്റെ റോഡ് ഷോയോടനുബന്ധിച്ച് റോഡിന്റെ ഇരുവശങ്ങളിലും ബാരിക്കേഡും മറ്റുമൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞു. 1,00,000-ലേറെ ആളുകൾ അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി എത്തിച്ചേരും എന്നുള്ളതാണ്. ഏതായാലും വളരെ ഏറെ രാഷ്ട്രീയ പ്രാധാന്യം, അല്ലേ ആയിരുന്നു? പാലക്കാടിന്റെ മണ്ണിൽ വലിയ ചരിത്രം രചിച്ചുകൊണ്ടുള്ള ഒരു യാത്ര, അത് തന്നെയാണ് ഏറ്റവും പ്രധാന. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കണ്ടിരുന്നു കേരളത്തിലെ ഏറ്റവും പ്രധാന ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം. വലിയ ആവേശത്തോടെ എന്തായാലും കൃഷ്ണകുമാറിയാറിനിപ്പം എത്തിയിട്ടുണ്ട്. എന്തായാലും അല്പസമയങ്ങളിൽ തന്നെ അദ്ദേഹം നമുക്കൊപ്പം ചേരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അരുണ, ഈ രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ ഏറ്റവും BJPക്ക് ഏറ്റവും ശ്രദ്ധ പുലർത്തുന്ന ഒരു മണ്ഡലം, എ ക്ലാസ് മണ്ഡലം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അരുൺ ഓരോ ദിവസവും ഇവിടെ നിന്നുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ പാലക്കാട് തെരഞ്ഞെടുപ്പ് ചിത്രം എങ്ങനെയാണ് ഒന്ന് വ്യക്തമാക്കുക? അരുൺ, പാലക്കാട് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ വളക്കൂറുള്ള മണ്ണാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. കാരണം BJP ഓരോ തെരഞ്ഞെടുപ്പിലും വോട്ട് വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുന്ന ഒരു മണ്ഡലം. സംസ്ഥാനത്ത് ആദ്യമായ ഒരു നഗരസഭയുടെ ഭരണം BJPക്ക് ലഭിക്കുന്നത് നമുക്ക് തൊട്ടപ്പുറത്തുള്ള പാലക്കാട് നഗരസഭയുടെ ഭരണമാണ്. അവിടെ തുടർച്ചയായി 2ാം തവണയും BJP അധികാരത്തിലേറുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അതെ, നിയമസഭാ ഇലക്ഷനിലും BJPയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നിയമസഭയിൽ പാലക്കാട് മണ്ഡലത്തിൽ മെട്രോമാൻ E ശ്രീധരൻ മത്സരിക്കുന്നു. ഷാഫി പറമ്പിൽ തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. മാത്രമല്ല BJPയെ സംബന്ധിച്ചിടത്തോളം അന്ന് വലിയ രീതിയിൽ വോട്ട് സമാഹരിക്കാനായി എന്നുള്ളതാണ്. തൊട്ടപ്പുറത്തുള്ള മലമ്പുഴ മണ്ഡലം എടുക്കുകയാണെങ്കിൽ അവിടെയും BJP 2ാം സ്ഥാനത്ത് 1,00,000-ലേറെ വോട്ടുകൾ നേടി 2ാം സ്ഥാനത്ത് എത്തുന്ന സാഹചര്യമുണ്ടായി. ഒപ്പം ഷൊർണൂര്, ഒറ്റപ്പാലം, അതുപോലെ തന്നെ പട്ടാമ്പി, മണ്ണാർക്കാട്, കോങ്ങാട് തുടങ്ങി വിവിധ മേഖലകളിൽ വലിയ BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലം എന്നുള്ളത് തന്നെയാണ്. ഈ പ്രധാനമന്ത്രി കൂടി ഈ മണ്ണിലേക്ക് എത്തി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കെല്ലാം വലിയ ആവേശം പകരുന്നത്. തീർച്ചയായും BJPയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും BJPക്ക് ബാലി കയറാൻ മലയല്ല പാലക്കാട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ BJPക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഭരണം നടത്തുന്നതും അതുപോലെ തന്നെ മുഖ്യ പ്രതിപക്ഷമായിരിക്കുന്നതൊക്കെ BJPയാണ്. അങ്ങനെയുള്ള BJPയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട്ടെ മണ്ണിൽ ഈ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് ശേഷം നമുക്ക് കേരളത്തിൽ തന്നെ NDA ക്യാമ്പിൽ ഇത്രയും സജീവമായി പ്രവർത്തിച്ച ഒരു മണ്ഡലം കേരളത്തിൽ, അത്
പാലക്കാട് ആണ് എന്ന് തന്നെ വീണ്ടും പറയാൻ കാരണം തെരഞ്ഞെടുപ്പ് തീയതി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നതിന്റെ ഒരു നിമിഷങ്ങൾക്കകം തന്നെ ഈ NDA സ്ഥാനാർത്ഥിയായ C. കൃഷ്ണകുമാർ റോഡിലേക്ക് ഇറങ്ങി പ്രചരണം ആരംഭിക്കുകയാണ്. ഇടയ്ക്ക് കൃത്യമായി കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ വന്നിരുന്നു, വലിയ ആവേശം വന്നിരുന്നു. ഇന്നലെ കോയമ്പത്തൂരിൽ വന്നിരുന്നു. കോയമ്പത്തൂരിൽ നമുക്ക് ഇന്നലെ ഈ റാലി റിപ്പോർട്ട് ചെയ്ത അർജുൻ കൂടി നമുക്ക് ഒപ്പമുണ്ട്. എന്തായാലും ആ അർജുന്റെ തമിഴ്നാട്ടിൽ മറ്റൊരു കാര്യമുണ്ട്. അണ്ണാമലയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലൊരു പരിവർത്തനം സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. സൗത്ത് ഇന്ത്യ പിടിക്കുക എന്നുള്ളത് തന്നെയാണ് ഇത്തവണ ഈ മോദി സർക്കാരിന്റെ ലക്ഷ്യമെന്ന് നമുക്ക് ഏതായാലും ഉറപ്പിക്കാൻ പറ്റുന്നുള്ളതാണ് തോന്നുന്നത്. കാരണം നമുക്കറിയാം ഇതിനു മുമ്പ് ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ പിടിക്കാനുള്ള ഒരു പരിശ്രമം നടത്തി അവിടെ അത് പൂർണ്ണ വിജയമായി മാറി. മോഡിയുടെ റാലി റിപ്പോർട്ട് ചെയ്തതിനു ശേഷമാണ്, കോയമ്പത്തൂരിലെ റാലി റിപ്പോർട്ട് ചെയ്തതിനു ശേഷമാണ് അർജുൻ ഇവിടേക്ക് എത്തിയത്. എന്തായാലും ഒരു വലിയ ആവേശം, മോഡി എത്തുന്ന എല്ലായിടത്തും, അത് ഗ്രാമ നഗര വ്യത്യാസമില്ല, എല്ലായിടത്തും വലിയ ആവേശം. ഇന്നലത്തെ ഒരു ആവേശം എങ്ങനെയായിരുന്നു? തീർച്ചയായും വളരെയധികം ആവേശത്തിലായിരുന്നു തമിഴ്നാട്ടിലെ ജനങ്ങളുണ്ടായിരുന്നത്, അതായത് കോയമ്പത്തൂരിലെ ജനങ്ങളുണ്ടായിരുന്നത്. അതായത് ഇത്തവണ തമിഴ്നാട്ടിൽ നിന്നും MP-മാർ ഉണ്ടാകുമെന്ന് തന്നെയാണ് അവിടുത്തെ ജനങ്ങൾ സാക്ഷ്യം പറയുന്നത്. മാത്രമല്ല അവിടെയുള്ള സ്ത്രീകളുടെ ഒരു പ്രാധാന്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് എല്ലായിടത്തും സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് അത്തരത്തിലുള്ള ആ സാഹചര്യത്തിലൂടെയാണ് ആ ഒരു സ്ഥലത്തുള്ള ഇവിടെ മുന്നോട്ട് പോയത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത്തരത്തിൽ സ്ത്രീകളെയൊക്കെ അണിനിരത്തിക്കൊണ്ട് NDAക്ക് വലിയ രീതിയിലുള്ള ഒരു ശക്തി പകർന്നുകൊണ്ട് അവിടുത്തെ നമുക്കറിയാം അണ്ണാമലൈ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തിയ ഒരു ഉഴുതുമറിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സ്വാധീനം അടക്കം അവിടെ വലിയ ഒരു സാഹചര്യമാണ് സൃഷ്ടിച്ചത്. അത് മാത്രമല്ല സൗത്ത് ഇന്ത്യയിൽ ഈ പ്രാവശ്യം വലിയ രീതിയിലുള്ള ഒരു മാറ്റം വരുമെന്ന് തന്നെയാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. ആ ഒരു കോയമ്പത്തൂരിലെ അവസ്ഥ നമ്മൾ കഴിഞ്ഞ ദിവസം പോയപ്പോൾ തന്നെ പ്രവർത്തകരൊക്കെ വലിയ ആവേശത്തിലാണ്. മോദി വിളികൾ, ആർപ്പ് വിളിയോടെയാണ് എല്ലാവരും മോദിയെ വരവേറ്റുന്നു. അതുപോലെ തന്നെ പല കൊങ്കു ബെൽറ്റ് പിടിച്ചു കഴിഞ്ഞാൽ തമിഴ്നാട് വലിയ സ്വാധീനം ഉണ്ടാക്കും. ADMKയുടെ സ്വാധീന മേഖലയാണ് കൊങ്കു ബെൽറ്റ്. മാത്രമല്ല ഈ കോയമ്പത്തൂരിലെ കോയമ്പത്തൂരിനെ സംബന്ധിച്ചിടത്തോളം അവിടെ CPM മത്സരിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഏതായാലും DMK ആണ് മത്സരിക്കുന്നത്. കാരണം അവിടെ അണ്ണാമല തന്നെ ചിലപ്പോൾ മത്സരിക്കാനുള്ള സാധ്യതയൊക്കെ പറയുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ അവരെ ഒരു ഭയചകിതരായിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ ഈ DMK ആണെങ്കിലും അതല്ലെങ്കിൽ മറ്റേ അവരുടെ CPM ഉൾപ്പെടെ. ഒരു വലിയ ആവേശം, വലിയൊരു പരിവർത്തനം തന്നെ ആ മണ്ണിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയമില്ല. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതായത് DMKയും അതുപോലെ തന്നെ CPM തമ്മിലുള്ള ഒരു സ്വരച്ചേർച്ച അവിടെ വന്നിരുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യം CPM കൊടുത്ത സ്ഥലമാണ്, അവിടെയാണ് ഇപ്പോൾ DMK തിരിച്ചു വെച്ചത്. അതായത് ഇപ്പോൾ BJP വന്നുകൊണ്ട് തന്നെ BJP അവിടെ ശക്തമാണെന്നുള്ളത് അവർക്കറിയാം. അത് NDA അത്ര ശക്തമാണെന്ന് അറിയാം. ആ ഒരു പേടി എന്തെങ്കിലും തന്നെ സ്റ്റാലിനടക്കം അത് വന്നിട്ടുണ്ട്. അതായത് കഴിഞ്ഞ തവണ തന്നെ മോഡി റോഡ് ഷോ നടത്തുമ്പോൾ നടത്തില്ല എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ച ആളാണ് തങ്ങൾ നടത്തില്ല എന്ന്. പക്ഷേ കോടതിയിൽ ചെന്നപ്പോൾ പറഞ്ഞത് പ്രധാനമന്ത്രിക്ക് ആ വീതിയിലൂടെ നടക്കാം, അവിടെയാണ് അദ്ദേഹം നെഞ്ചു പിരിച്ച് നടന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. രാഹുൽ ഗാന്ധിയുടെ പടം വെച്ചിട്ടുള്ള അരിവാൾ ചുറ്റിക നക്ഷത്രമൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. തീർച്ചയായും അങ്ങനത്തെ കുറെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള പ്രചരണങ്ങളാണ് അവിടെ എല്ലായിടത്തും നടക്കുന്നത്. സൗത്ത് ഇന്ത്യയിലടക്കം നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അതാണ്. ഇവർ പറയും, കേരളത്തിൽ പറയും ഇവർ വ്യത്യസ്തമായി നിൽക്കുകയാണെന്ന്. ഉത്തരേന്ത്യയിൽ ചെല്ലുമ്പോൾ ഒന്നിച്ചാണ് INDA മുന്നണിയുമായി വാളയാറിനപ്പുറം അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ്. പക്ഷേ ഇവിടെ രഹസ്യമായിട്ട് ആ ഒരു പരിപാടി നടക്കുന്നുണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആവേശത്തിലാണ് ജനങ്ങൾ ഉണ്ടായിരുന്നത് കോയമ്പത്തൂരിലടക്കം. അത്തരത്തിൽ നമുക്ക് ചെന്നപ്പോൾ തന്നെ തലേ ദിവസം ചെന്ന് നമ്മൾ രാത്രിയാണ് ചെന്നത്. ആ സമയത്ത് തന്നെ പ്രവർത്തകർ അവിടെ എത്തി കൊടിതോരണങ്ങൾ കെട്ടി അപ്പോൾ തന്നെ മോദി വിളികൾ ആരംഭിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ കണ്ടത്. പിറ്റേ ദിവസം തന്നെ സ്ത്രീകളടക്കം, അതാണ് നമ്മളെ ഏറ്റവും വലിയ അത്ഭുതപ്പെടുന്നത്. നിരവധി സ്ത്രീകളാണ് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. അവിടെയുള്ള കമ്മിറ്റിക്കാർ വിചാരിച്ച അത്രയും ആളുകളല്ല, അതിലപ്പുറം ആളുകൾ അവിടെ പങ്കെടുത്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ സുകന്യ സമൃദ്ധി യോജനയാണെങ്കിലും അതല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സംവരണം നടപ്പാക്കുന്നതാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഏതൊരു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചരിത്രത്തിൽ ഇത്രയും ഉജ്ജ്വല യോജന, ഗ്യാസ് കണക്ഷൻ, അതുകൂടാണ്ട് തന്നെ ഈ സാനിറ്ററി നാപ്കിനൊക്കെ 1 രൂപയ്ക്കാണ് ഈ ജനൌഷധി വഴിയൊക്കെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ പിന്നെ സ്ത്രീകളുടെ പിന്തുണ എന്തുകൊണ്ടും നരേന്ദ്രമോദി സർക്കാരിന് ലഭിക്കുന്നു എന്നുള്ളതിൽ ഏതായാലും തർക്കമില്ല. ഈ പ്രചരണത്തോടനുബന്ധിച്ച് റോഡ് ഷോയോടനുബന്ധിച്ച് എല്ലാവിധ ഒരുക്കങ്ങളും നമുക്ക് പുറകിലായിട്ട് വാഹനം കൂടെ കാണാൻ സാധിക്കും. ഈ വാഹനം നമുക്ക് വളരെ എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം ഈ കഴിഞ്ഞ 9 വർഷ കാലയളവിലായിട്ട് ഈ വാഹനം, പ്രധാനമന്ത്രിയുടെ ഈ വാഹനമാണ് പ്രധാനമന്ത്രിയുള്ള എല്ലായിടത്തും, എവിടെയൊക്കെയാണ് പ്രധാനമന്ത്രി റോഡ് ഷോ നയിക്കുന്നത് അവിടെയൊക്കെ ഈ വാഹനമാണ് പോകുന്നത്. ബംഗളൂരിൽ നിന്നുള്ള ഒരു വണ്ടിയാണിത് അരുൺ. അതുകൊണ്ട് തന്നെ വലിയ ഒരു എന്തോ ഒരു ഭാഗ്യവാഹനമാണെന്ന് നമുക്ക് സംശയമുണ്ടല്ലോ. കാരണം 9 വർഷമായിട്ട് പ്രധാനമന്ത്രി ഉപയോഗിക്കുന്നു, ഈ വാഹനം പോകുന്നിടത്തൊക്കെ വലിയ രീതിയിലുള്ള ഒരു സ്വീകാര്യത ലഭിക്കുന്നു അല്ലേ?
തീർച്ചയായും അത് തന്നെ. എന്തായാലും എല്ലാവിധ ക്രമീകരണങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. സുരക്ഷാ പരിശോധന ഒരു വശത്ത് നടക്കുന്നു. വലിയ പ്രവർത്തകരുടെ ഒരു സാന്നിധ്യം നഗരം ഒന്നാകെ പ്രവർത്തകരെ കൊണ്ട് നിറയുന്ന ഒരു സാഹചര്യത്തിൽ അത് പോലീസ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ കേന്ദ്ര സേനയും എല്ലാം തന്നെ എത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ എത്തിക്കുന്നതിന് സമഗ്രമായ ഒരു കവറേജ് തന്നെയാണ് ജനം ടിവിയും എല്ലാ പ്രധാന പോയിന്റുകളിലും കൃത്യമായ രീതിയിലുള്ള പ്രധാനപ്പെട്ട റിപ്പോർട്ടർമാരെല്ലാം തന്നെയാണ് വരുന്നത്. സോണലും അതോടൊപ്പം തന്നെ കിരണും എല്ലാം തന്നെ റെഡിയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആവേശത്ത് പാലക്കാട് പുതുചരിത്രം കുറിച്ചുകൊണ്ടുള്ള ഒരു റോഡ് ഷോയാകും ഇത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്തരത്തിലുള്ള വലിയ ഒരു പ്രചാരണ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇവിടെ നടക്കുകയും ചെയ്യുന്നത്. തീർച്ചയായും നിലവിലേതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൃത്യം 10:15 തന്നെ പാലക്കാട്ടെ മണ്ണിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ്. മെഴ്സി കോളേജിലെ ഗ്രൗണ്ടിലാണ് അദ്ദേഹം ഹെലികോപ്റ്റർ ഇറങ്ങുക. അവിടെ നിന്നാണ് റോഡ് മാർഗം ഞങ്ങൾ നിൽക്കുന്ന ഈ 5 വിളക്കിലേക്ക് എത്തുക. ഈ 5 വിളക്കിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരത്തിലാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ. അതായത് ഒരു 10:30 കൃത്യം പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ആരംഭിക്കും. 10:30 മുതൽ 11:30 വരെ ആ റോഡ് ഷോ ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. വിവിധ ഭാഗങ്ങളിൽ നിന്നായി 1,00,000-ലേറെ ആളുകൾ പ്രധാനമന്ത്രിയെ ഒന്ന് നേരിൽ കാണുന്നതിന് വേണ്ടി, അദ്ദേഹത്തിനെ ഒന്ന് അഭിവാദ്യം ചെയ്യുന്നതിന് വേണ്ടി, കുറച്ച് പുഷ്പങ്ങൾ അദ്ദേഹത്തിന്റെ മേലെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയൊക്കെ കാത്തിരിക്കുകയാണ്. കാരണം മൂന്നാമതും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ 400-ലേറെ സീറ്റ് പിടിച്ച് അധികാരത്തിലേറുക എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ സൗത്ത് ഇന്ത്യ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ കൂടുതൽ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. പ്രധാനമന്ത്രി തന്നെ നേരിട്ട് പരിപാടികൾ സംഘടിപ്പിക്കുന്നു. കേരളത്തിലേക്ക് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യമായി എത്തുകയാണെങ്കിൽ പോലും അതിനു മുൻപ് നമുക്കറിയാം തൃശ്ശൂരിൽ എത്തിയിരുന്നു, പത്തനംതിട്ടയിൽ എത്തിയിരുന്നു, തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. തൃശ്ശൂരിലാണെങ്കിൽ സുരേഷ് ഗോപിയുടെ പ്രചരണത്തിനായിട്ട് അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹത്തിനെത്തി. അതുകൂടാതെ സ്ത്രീശക്തി സംഗമം എന്ന പരിപാടിക്ക് എത്തി. അങ്ങനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJPയുടെ ഒരു സ്റ്റാർ പ്രചാരകൻ, താരപ്രചാരകൻ എന്ന് നമുക്ക് പറയാം. ആ താരപ്രചാരകൻ ഇങ്ങനെ ഈ ഒരു പ്രായത്തിൽ എങ്ങനെയാണ് ഇങ്ങനെ ഊർജ്ജസ്വലനായി എല്ലാവരുടെയും അദ്ദേഹം പങ്കെടുക്കുന്നത്? പ്രധാനപ്പെട്ടത് നരേന്ദ്രമോദി എത്തുന്ന വേദികളിലെല്ലാം തന്നെ പാർട്ടിക്കാർ മാത്രമല്ല, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ, വിവിധ മേഖലകളിലെത്തുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കഴിഞ്ഞ ദിവസം നമുക്ക് പത്തനംതിട്ടയിൽ കണ്ടതാണ്. മണിക്കൂറുകൾ വൈകിയാണ് അദ്ദേഹം എത്തിയെങ്കിലും ഒരു തരത്തിലുള്ള ആവേശങ്ങളും ചോരാതെ അവിടെ സ്ത്രീകളടക്കമുള്ള ആളുകൾ അവിടെ കാത്തിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും എല്ലാവിധ ക്രമീകരണങ്ങളും പാലക്കാടിന്റെ മണ്ണിൽ പൂർത്തീകരിച്ചിരിക്കുകയാണ്. എന്തായാലും നരേന്ദ്രമോദി ഈ ഒരു മണ്ണിലേക്ക് എത്തും. ആവേശം വാനോളം ഉയർത്തിക്കൊണ്ട് പ്രവർത്തകർ നഗരത്തിലേക്ക് എത്തുകയാണ്. സുരേഷ്.